ലേഖനം 5-22 വാക്യം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഏറ്റവും ആദ്യം നമ്മൾ ദൈവത്തെ സ്നേഹിക്കാം, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാം. അപ്പൊ ആത്മാവിന്റെ സ്നേഹം, പിന്നെ ആ സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം സഹായിക്കും. യേശു നമ്മളോട് പറഞ്ഞിട്ടുണ്ടില്ലേ? എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളെല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു. If you love someone, please show it. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രത്യക്ഷത്തിൽ കാണിക്കാം. അല്ലാത്ത എന്താണ്? സന്തോഷമാണ്. സ്നേഹമുള്ളവർക്ക് സന്തോഷമുണ്ട്. സന്തോഷം നമുക്ക് ഈ നമ്മൾക്ക് വേണ്ടിയിട്ട് സ്നേഹം ഏറ്റവും കൂടുതൽ കാണിച്ചേക്കുന്ന ആരാണ്? സ്വന്തം ജീവനെ തന്നു. സ്വന്തം ജീവനെ എന്തിനാണ് തന്നത്? എന്തിനാണ് നൽകിയത്? നമ്മൾ പാപികളായിരിക്കുമ്പോ ആ പാപത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പറയുന്നത് പാപി സ്വർഗരാജ്യം കരസ്ഥമാക്കുന്നില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താനായിട്ട് യേശു ക്രിസ്തു എന്ത് ചെയ്ത് സ്വന്തം ജീവനെ നൽകി. ഇത്ര വലിയ സ്നേഹം വരെയുള്ള മതി ഇല്ല. അടുത്തത് സമാധാനം. ഞാൻ സമാധാനം നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ സമാധാനം നമുക്ക് തന്ന വ്യക്തിയാണ് സ്വന്തം ജീവനെ നൽകിയത്. സമാധാനം ഇല്ലാത്ത മാനസികമായിട്ടുള്ള അവസ്ഥകൾ നമുക്കുണ്ടായിരിക്കും. പക്ഷെ അവിടെ നമ്മൾ പരാജയപ്പെടരുത്. യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. ദീർഘക്ഷമ, ക്ഷമ കാണിക്കണം. നമ്മൾ ദയ, നമ്മളോട് ഏറ്റവും കൂടുതൽ ദയ കാണിച്ചാലാണ് യേശു.